നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വ്യക്തിയുടെ, ഒരു ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു എപ്പിസോഡ് വീഡിയോ ആണ് ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഹിറ്റ്ലർ. ആരാണ് ഹിറ്റ്ലർ? ഹിറ്റ്ലറിന്റെ പ്രവൃത്തി എന്തൊക്കെയായിരുന്നു? അതൊക്കെയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ഇവിടെ പറയുന്നത്. ഹിറ്റ്ലർ ജനിക്കുന്നത് അലോയ്ഡ് ഹിറ്റ്ലറുടെ ക്ലാരയുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. അലോയ്ഡ് ഹിറ്റ്ലറുടെ മൂന്നാമത്തെ വിവാഹത്തിലുള്ള മകനാണ് ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ. കുട്ടിക്കാലത്ത് അതിക്രൂരമായി മർദ്ദിക്കുമായിരുന്നു ഹിറ്റ്ലറുടെ അച്ഛൻ അലോയ്ഡ് ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ. ഹിപ്പോപ്പൊട്ടാമസിന്റെ തോലുകൊണ്ടുണ്ടാക്കിയ ചാട്ടമുണ്ടായിരുന്നു ഹിറ്റ്ലറെ തന്റെ മക്കളെയും മർദ്ദിച്ചിരുന്നത്. മർദ്ദനം സഹിക്കവയ്യാതെ അഡോൾഫ് ഹിറ്റ്ലർ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു. എത്ര തന്നെ മർദ്ദിച്ചു കഴിഞ്ഞാലും കണ്ണിൽ നിന്ന് ഒരു ഉറ്റ് കണ്ണുനീർ പുറത്തേക്ക് വരില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്നാളും ഹിറ്റ്ലറുടെ അച്ഛൻ ചാട്ടവാറും കൊണ്ട് ഹിറ്റ്ലറെ അടിക്കുവാനായി വന്നു. പക്ഷേ അടികളുടെ എണ്ണങ്ങൾ എണ്ണിത്തീർത്തതല്ലാതെ ഒരിക്കലും ഹിറ്റ്ലർ ഒരു ഉറ്റ് കണ്ണീര് പോലും കണ്ണിൽ നിന്ന് ഉതിർന്നില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു ഹിറ്റ്ലർക്ക്. ഹിറ്റ്ലർ ഇത്രയും ക്രൂര പീഡനമേറ്റ ഒരു മാനസികമായ സമ്മർദ്ദത്തിൽ നിന്നായിരിക്കാം പിൽക്കാലത്ത് ഹിറ്റ്ലർ എന്ന മഹാക്രൂരനായ, രക്തം കണ്ട് അറപ്പ് തീരാത്ത വ്യക്തിയായി ഹിറ്റ്ലർ മാറിയതിനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഹിറ്റ്ലറുടെ ജീവിതം ആരംഭിക്കുകയാണ്. ഹിറ്റ്ലറുടെ കുട്ടിക്കാലത്ത് ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ചിത്രകാരനാവുക എന്നതായിരുന്നു. അങ്ങനെ ഒരു ചിത്രകാരൻ ആവാൻ വേണ്ടി പല പല പരിശ്രമങ്ങളും പല പല ചിത്രങ്ങളും അദ്ദേഹം വരച്ചു. അങ്ങനെ വിയന്നയിലുള്ള അക്കാദമിയിൽ ചേരണമെന്നായിരുന്നു ഹിറ്റ്ലറുടെ ആഗ്രഹം. അങ്ങനെ അവിടെ പ്രവേശനം ലഭിക്കാൻ വേണ്ടി അതിയായി ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഹിറ്റ്ലർ. അലോയ്ഡ് ഹിറ്റ്ലറുടെ ജീവിതം ഒരു പരാജയമായിരുന്നു. വളരെയധികം മോശപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അലോയ്ഡ് ഹിറ്റ്ലർ. അങ്ങനെ തന്റെ മക്കൾ ഒരു നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല സർക്കാർ ജോലിയും ലഭിക്കുന്ന ഒരാളായി മാറണമെന്നായിരുന്നു അലോയ്ഡ് ഹിറ്റ്ലറുടെ ആഗ്രഹം. അതിനുവേണ്ടി ഹിറ്റ്ലറെ ചിത്രകല അഭ്യസിക്കുന്നതിനു പകരം നന്നായി പല വിഷയങ്ങളും പഠിപ്പിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ ഹിറ്റ്ലർ ആ ആഗ്രഹത്തിൽ നിന്നും വളരെയധികം പിന്നോട്ട് പോയി. അങ്ങനെ അദ്ദേഹം പഠനത്തിൽ ഉഴപ്പി, അച്ഛനോടുള്ള വിരോധം കാരണം അങ്ങനെ വിദ്യാഭ്യാസത്തിൽ കുറച്ച് പരാജയങ്ങൾ നേരിട്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കെ 1903 ഹിറ്റ്ലറുടെ പിതാവും മരിച്ചു. ഹിറ്റ്ലറുടെ കുട്ടിക്കാലത്ത് അമ്മ ക്ലാര ഹിറ്റ്ലറെ വളർത്തിയിരുന്നത് ഒരു രോഗിയെ എന്ന പോലെയാണ്. 3 കുട്ടികൾ ജനിച്ചപ്പോൾ തന്നെ മരിച്ചതിനാൽ അടുത്ത കുട്ടിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറെ ഹിറ്റ്ലറുടെ മാതാവ് വളർത്തിയിരുന്നത് ഒരു രോഗിയെ എന്ന വണ്ണമായിരുന്നു. പക്ഷേ ഹിറ്റ്ലർക്ക് വേണ്ടുന്ന ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിറ്റ്ലർക്കും തന്റെ മാതാവിനോട് അതിയായ സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ മാതാവിന് ക്യാൻസർ വന്ന് മരിക്കുകയാണ്. ആ മരണത്തിൽ അതിയായ ദുഃഖിതനായ ഹിറ്റ്ലർ ഹൃദയം തകർന്ന് കരയുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മയെ ചികിത്സിച്ച ഒരു ഡോക്ടർ ജൂതവംശജയായിരുന്നു. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത് നശിപ്പിക്കുന്നതിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ അദ്ദേഹത്തിന്റെ മാതാവിനെ ചികിത്സിച്ച ആ ഡോക്ടറെ ജൂതവംശനായിരുന്നിട്ട് പോലും ഹിറ്റ്ലർ വെറുതെ വിടുകയാണ് ഉണ്ടായത്. 1907 ഹിറ്റ്ലറുടെ മാതാവ് മരിച്ച ശേഷം ഹിറ്റ്ലർ വിയറ്റ്നയിലേക്ക് ചിത്രകലാ അക്കാദമിയിലേക്ക് പഠിക്കുവാനായിട്ട്
ചിത്രകല പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഇത്രയധികം ജൂതന്മാരെ കൊന്നൊടുക്കിയിട്ട് പോലും പക്ഷേ തന്റെ അമ്മയുടെ രോഗത്തിനെ ചികിത്സിച്ച, ക്യാൻസറിനെ ചികിത്സിച്ച ഡോക്ടർ ബ്ലോഷിനെ അദ്ദേഹം ജൂതവംശന ആയിരുന്നിട്ട് കൂടി വെറുതെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തേക്ക് തന്നെ വീണ്ടും നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിയറ്റ്നയിലെ ചിത്രകലാ അക്കാദമിയിൽ പ്രവേശനം നേടുന്നതിന് വേണ്ടി അദ്ദേഹം വിയറ്റ്നയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ആഗസ്റ്റ് കുബിസെക് എന്ന് പറയുന്ന സുഹൃത്തിന്റെ കൂടെയാണ് അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിന്റെ സഹമുറിയനായി നിന്നുകൊണ്ട് അദ്ദേഹം ചിത്രകലാ അക്കാദമിയിൽ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആദ്യത്തെ ശ്രമം പരാജയമായിരുന്നു. രണ്ടാമത്തെ ശ്രമത്തിൽ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ചിത്രങ്ങളുമായിട്ട് അവിടെ ചെന്നു. പക്ഷേ ആ ശ്രമവും പരാജയപ്പെട്ടു. കാരണമായി ചിത്രകലാ അക്കാദമിയിലെ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ പറഞ്ഞിരുന്നത് ഹിറ്റ്ലർക്ക് മനുഷ്യമുഖം വരക്കാനുള്ള കഴിവില്ല എന്നായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഹിറ്റ്ലർ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഉള്ള ജീവിതത്തിനിടക്ക് അവിടെ വിയറ്റ്നയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആകെയുണ്ടായിരുന്ന ആശ്രയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന പെൻഷനായിരുന്നു. അത് അനാഥ കുട്ടികൾക്കുള്ള പെൻഷനായിരുന്നു. ആ തുക കൊണ്ട് ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകുവാൻ ആകുമായിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താമസത്തിന് പോലും ആ പൈസ തികയുമായിരുന്നില്ല. അദ്ദേഹം വളരെയധികം ആകുലവാനായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്തും എല്ലാവിധ അധികാരങ്ങളും ഒരു വർഗത്തിന്റെ കയ്യിൽ വന്നു ചേരുകയും അത് കുറച്ചാൾക്കാരുടെ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുകയും അവിടെ നിന്നാണ് ഹിറ്റ്ലറുടെ രാഷ്ട്രീയക്കാരൻ ജനിക്കുന്നത്. വേശ്യ തെരുവുകളോട് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. അങ്ങനെ അവിടെ നിന്നും അദ്ദേഹം ഒരു ഹോസ്റ്റലിലേക്ക് താമസം മാറുകയാണ്. ഹോസ്റ്റലിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ഒന്നിച്ച് താമസിച്ചിരുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം വരച്ച ചിത്രങ്ങൾ കൊണ്ടുപോയി തെരുവിൽ വിറ്റ് അതിൽ നിന്നും പകുതി പൈസ ഹിറ്റ്ലർ കൊടുത്തിരുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. ചിലപ്പോൾ തെരുവിലൂടെ നടക്കുമ്പോൾ ഹിറ്റ്ലർ തന്റെ സുഹൃത്തായിരുന്ന ആഗസ്റ്റ് കുബിസെക്കിനോട് പറയുമായിരുന്നു, ഇവിടെയുള്ള വാസ്തുവിദ്യയെല്ലാം, ബിൽഡിങ്ങുകളെല്ലാം തെറ്റായ രീതിയിലാണ് നിർമ്മിച്ചത്, അതിനെ ഒരു നേരായ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരണമെന്നും ആണ് പറഞ്ഞിരുന്നത്. ബിൽഡിങ്ങുകളുടെ വാസ്തുവിദ്യ മാറ്റാൻ മനസ്സിൽ തിടുക്കൊണ്ട ആ വ്യക്തി പക്ഷേ ജർമ്മനിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തിയായി മാറുകയായി. ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി ഹിറ്റ്ലർ പട്ടാളത്തിൽ ചേരുകയാണ്. പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിൽ പോരാടി പരിക്ക് പറ്റിയെങ്കിലും യുദ്ധം ജർമ്മനിക്ക് അനുകൂലമായില്ല. ജർമ്മനി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം പട്ടാളക്കാരുടെ ചാരനായി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുകയാണ്. അവിടെ നിന്നും അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ വശങ്ങൾ പഠിക്കുകയും രാഷ്ട്രീയത്തിൽ തനിക്കൊരു ഭാവിയുണ്ടെന്നും പ്രസംഗിക്കാനുള്ള തന്റെ കഴിവും ആൾക്കാരെ പ്രസംഗത്തിലൂടെ ആകർഷിക്കാനുള്ള തന്റെ കഴിവും ഹിറ്റ്ലർ തിരിച്ചറിയുകയാണ്. അതിനുശേഷമാണ് നാസി പാർട്ടി അദ്ദേഹം രൂപകൽപ്പന ചെയ്യുന്നത്. നാസി പാർട്ടിയിലെ പ്രധാനപ്പെട്ട അംഗമായി അദ്ദേഹം മാറുകയാണ്. ജൂതന്മാരോട് അത്യധികം എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പല ജൂതന്മാരെയും കൊന്നൊടുക്കി. ജൂതവംശത്തെ തന്നെ ഇല്ലാതാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതോടൊപ്പം ജർമ്മനിയെ വലിയൊരു രാജ്യമായി വളർത്തുക എന്നത്. ആര്യന്മാരുടെ വംശശുദ്ധി എന്ന മിഥ്യ ജനങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു. വിശാല ജർമ്മനി എന്ന ആശയവും അദ്ദേഹത്തിന്റെ
കണ്ടെത്തലായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു യുദ്ധങ്ങൾ പലതും അദ്ദേഹം ചെയ്തത്. ജോൺ ടോളണ്ടിന്റെ ജീവചരിത്രത്തിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ കുട്ടിക്കാലവും അദ്ദേഹത്തിന്റെ എല്ലാവിധ ജീവിതവും വളരെയധികം വ്യക്തമായിട്ട് എഴുതപ്പെട്ട ഒരു ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ എഴുതിയ സ്വന്തം ആത്മകഥയാണ് മെയിൻ കാഫ്. ആത്മകഥയിൽ ഹിറ്റ്ലർ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും തന്റെ അനുഭവങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ടായിരുന്നു. ഹിറ്റ്ലർക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു. ഈവ ബ്രൗൺ എന്നായിരുന്നു കാമുകിയുടെ പേര്. തന്റെ അവസാന നാളുകളിൽ അദ്ദേഹം ഈവ ബ്രൗണിനെ വിവാഹം ചെയ്യുകയും അവസാനം ഹിറ്റ്ലർ തന്റെ തോക്കിൽ നിന്നും നിറയൊഴിച്ചു മരിക്കുകയും ഈവ ബ്രൗൺ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തോൽക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് ഹിറ്റ്ലർ അങ്ങനെ ചെയ്തത്. തന്റെ രാജ്യവും തന്റെ അധികാരവും തന്നെ കൊല ചെയ്യപ്പെടുവാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഹിറ്റ്ലർ സ്വയം തോക്കിൽ നിന്ന് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ പട്ടാളത്തിനു മുന്നിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായിരുന്നു ഹിറ്റ്ലർക്ക്. ജർമ്മൻ ഭാഷയിൽ നേതാവ് എന്നർത്ഥം വരുന്ന ഡെർ ഫുഹറർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ 1889 ഓസ്ട്രിയയിലാണ് ജനിക്കുന്നത്. അപ്പർ ഓസ്ട്രിയയുടെ തലസ്ഥാനമായിരുന്ന ലിൻസ് പ്രവിശ്യയിലായിരുന്നു ഹിറ്റ്ലർ തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത്. 1903 ഹിറ്റ്ലറുടെ പിതാവും 1907 ഹിറ്റ്ലറുടെ മാതാവും അന്തരിച്ചു. അനാഥനായ ഹിറ്റ്ലർ പിന്നീട് ചിത്രകല അഭ്യസിക്കുവാൻ വേണ്ടി വിയറ്റ്നാമിലേക്ക് പുറപ്പെടുകയാണ്. അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൽ പ്രവേശനത്തിന് ശ്രമിക്കുകയും അദ്ദേഹം അവിടെ പരാജയപ്പെടുകയും ചെയ്തു. ഹിറ്റ്ലർ 1913 മ്യൂണിക്കിലെത്തി. പോസ്റ്റ് കാർഡിലും പരസ്യ ബോർഡുകളിലും ചിത്രങ്ങൾ വരച്ച് അദ്ദേഹം ജീവിതം മുന്നോട്ട് നീക്കി. 1914 അദ്ദേഹം പട്ടാളത്തിൽ ചേരാൻ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം പട്ടാളത്തിൽ ചേരുകയായിരുന്നു. അതിനുശേഷം ജർമ്മൻ സേനയുടെ 16ാമത്തെ ബവേറിയൻ റിസർച്ച് ഇൻഫൻട്രി റെജിമെന്റിൽ അദ്ദേഹം അംഗമായി. യുദ്ധത്തിലുടനീളം മുന്നിൽ നിന്ന് പോരാടിയ ഹിറ്റ്ലർക്ക് യുദ്ധത്തിൽ പരിക്കുപറ്റി. 1918 ഹിറ്റ്ലർക്ക് ബഹുമതിയായി 1ാം ക്ലാസ് ബഹുമതിയായ അയൺ ക്രോസ് ബഹുമതി ലഭിച്ചു. അയൺ ക്രോസ് 1ാം ക്ലാസ് ബഹുമതി ഹിറ്റ്ലർക്ക് ലഭിക്കുന്നു 1918. യുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മനിക്ക് പരാജയമായിരുന്നു ഫലം. 1919 ഹിറ്റ്ലർ മ്യൂണിക്കിൽ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ ചേർന്നു. 1919 ഹിറ്റ്ലർ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ ചേർന്നു. 1920 പാർട്ടിയുടെ പ്രചാരണ വിഭാഗത്തിന്റെ ചുമതല ഹിറ്റ്ലർ ആയിരുന്നു നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഹിറ്റ്ലർ സൈനിക സേവനം മതിയാക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കർമ്മനിരതനായി. ഈ വർഷം തന്നെ പുതിയ പാർട്ടിക്കും ഒരു പേരും നൽകി, നാസി പാർട്ടി. നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ ചുരുക്കപ്പേരാണ് നാസി എന്ന്. 1921 നാസിയുടെ പ്രമുഖ നേതാവായി ഹിറ്റ്ലർ തെരഞ്ഞെടുക്കപ്പെട്ടു. വൻ പ്രക്ഷോഭങ്ങളിലൂടെയും പാർട്ടി പത്രമായ പോപ്പുലർ ഒബ്സർവറിലൂടെയും അദ്ദേഹം തന്റെ ആശയങ്ങൾ വളരെയധികം പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുവാൻ അദ്ദേഹം വിജയിച്ചു. ഇത് ഹിറ്റ്ലറെ അനിഷേധ്യ നേതാവായി വളർത്തുന്നതിന് വളരെയധികം ഗുണം ചെയ്ത ഒന്നായിരുന്നു. 1923 ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ
മ്യൂണിക്കിൽ അധികാരം പിടിച്ചടക്കാൻ വേണ്ടി ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിൽ ഹിറ്റ്ലറെ ജയിലിൽ അടക്കപ്പെട്ടു. ആത്മകഥയായ മെയിൻ കാഫ് ഹിറ്റ്ലർ രചിക്കുന്നത് അവിടെ വെച്ചായിരുന്നു. ജയിൽ മോചിതനായി 1927-28 വരെ ബവേറിയയിലും ജർമ്മൻ സംസ്ഥാനങ്ങളിലും ഹിറ്റ്ലർക്ക് പ്രസംഗിക്കുന്നതിന് നിയമ തടസ്സമുണ്ടായിരുന്നു. അനുവാദം നൽകിയിരുന്നില്ല. 1932 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി പാർട്ടി 36.8% വോട്ട് നേടി വളരെ വലിയ ഒരു മുന്നേറ്റം നടത്തി. 1933 പ്രസിഡന്റ് ഹിൻഡൻബർഗ് ഹിറ്റ്ലർക്ക് ജർമ്മനിയുടെ ചാൻസലർ പദവി വാഗ്ദാനം ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ഹിറ്റ്ലറുടെ കാമുകിയായ ഈവ ബ്രൗൺ ഹിറ്റ്ലർക്ക് കാമുകിയായി വരുന്നത്. മദ്യവും മാംസവും അദ്ദേഹം ഉപേക്ഷിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. കാരണം തന്റെ അമ്മയ്ക്കു സംഭവിച്ച ക്യാൻസർ രോഗം തന്നെയും പിടിവരും എന്ന ഒരു ഉൾഭയത്തിന്റെ കൂടെ കാരണമാണ് അദ്ദേഹം മാംസവും മദ്യവും ഉപേക്ഷിക്കാനുള്ള കാരണം. ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതി രൂപപ്പെടുന്നത് 1933 ആ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടി 43.9% വോട്ട് നേടി. ഇതിനെ തുടർന്ന് കൂടുതൽ അധികാരങ്ങൾ ഹിറ്റ്ലറുടെ കയ്യിൽ വന്നു ചേർന്നു. എനേബിളിംഗ് ബില്ലിലൂടെയാണ് ഇത് സാധിച്ചത്. സാമ്പത്തികമായി ജർമ്മനി കരകയറിയതും തൊഴിലില്ലായ്മ ഇല്ലാതായതും കൂടുതൽ ജനപ്രീതി ആർജിക്കുവാൻ വേണ്ടി ഹിറ്റ്ലർക്ക് സാധിച്ചു. 1934 ശേഷം തന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം പല രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുത്തു. പോളണ്ട്, ഉക്രൈൻ, USSR എന്നീ രാജ്യങ്ങളെ അദ്ദേഹം നോട്ടമിട്ടു. ഫാസിസ്റ്റ് ഇറ്റലിയെ അദ്ദേഹം തന്റെ കൂട്ടായി കണ്ടു. ഒന്നാം ലോക മഹായുദ്ധശേഷം നിലവിൽ വന്ന ലീഗ് ഓഫ് നേഷൻസിൽ നിന്നും 1933 ജർമ്മനി പിന്മാറി. എത്യോപ്യൻ യുദ്ധകാലത്ത് ഇറ്റലിക്കെതിരെ ഫ്രാൻസും ബ്രിട്ടനും തിരിഞ്ഞതോടെ ഇറ്റലിയെ സഹായിക്കുവാനായി ജർമ്മനി രംഗപ്രവേശനം ചെയ്യുകയാണ്. അതോടെ ഇറ്റലിയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിയാർജിക്കുകയാണ്. 1936 ബെർലിൻ റോം അച്യുത രൂപം കൊണ്ടു. മുസോളിനിയുടെ കീഴിലായിരുന്നു അന്ന് ഇറ്റലി. 1938 ഹിറ്റ്ലർ ഓസ്ട്രിയ ആക്രമിച്ചു. ഹിറ്റ്ലറുടെ നിയന്ത്രണത്തിലായി. 1939 സെപ്റ്റംബർ 1 ഹിറ്റ്ലറുടെ സൈന്യം പോളണ്ടിനെ ആക്രമിച്ചു. ഇതേ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം കുറിക്കലായിരുന്നു. ഹോളണ്ടും ബെൽജിയവും ജർമ്മനിക്ക് കീഴടങ്ങി. ആ വർഷം ജൂണിൽ ഇറ്റലി ജർമ്മനിയോടൊപ്പം ചേർന്ന് യുദ്ധരംഗത്തെത്തി. ഫ്രാൻസുമായി യുദ്ധത്തിൽ താൽക്കാലിക സന്ധി ഉണ്ടാക്കി ഹിറ്റ്ലർ വിജയിച്ചെങ്കിലും ബ്രിട്ടൻ ഇതിന് തയ്യാറായില്ല. ഇതിൽ പ്രകോപിതനായ ഹിറ്റ്ലർ ബ്രിട്ടനെതിരെ തിരിഞ്ഞു. ഇതോടൊപ്പം സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാനും ഹിറ്റ്ലർ തയ്യാറെടുപ്പുകൾ നടത്തി. സോവിയറ്റ് യൂണിയനെതിരെയുള്ള ആക്രമണ പദ്ധതി ഓപ്പറേഷൻ ബാർബസോറ എന്നാണ് അറിയപ്പെട്ടത്. 1941 ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചിരുന്നെങ്കിലും ഹിറ്റ്ലറുടെ സൈന്യത്തിന് സോവിയറ്റ് സേനയെ മറികടക്കാനായില്ല. 1941
ഡിസംബറിൽ ജർമ്മനിയോടൊപ്പം യുദ്ധം ചെയ്ത് ജപ്പാൻ അമേരിക്കയുടെ പോൾ ഹാർബർ ആക്രമിച്ചു. വ്യോമാക്രമണമായിരുന്നു അത്. തുടർന്ന് ഹിറ്റ്ലർ അമേരിക്കക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. 1942 സ്റ്റാലിൻ ഗ്രാൻഡിൽ വെച്ച് ജർമ്മൻ സൈന്യം സോവിയറ്റ് സേനയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ബ്രിട്ടൻ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ സഖ്യം അച്ചുതണ്ട് ശക്തികൾ എന്നാണ് അറിയപ്പെടുന്നത്, ആക്സിസ് പവേഴ്സ്. ഹിറ്റ്ലറുടെ തന്ത്രങ്ങൾ ഫലിക്കാതെയായി ഇവർക്കെതിരെ. ഇതോടൊപ്പം ഹിറ്റ്ലർക്കെതിരെ സ്വന്തം രാജ്യത്ത് തന്നെ അതൃപ്തിയും വളർന്നു വന്നു. ഹിറ്റ്ലർക്കെതിരെ നിരവധി വധശ്രമങ്ങൾ സ്വന്തം രാജ്യത്ത് തന്നെ നടന്നു. ഹിറ്റ്ലർ രോഗബാധിതനായി. 1944 ജൂൺ 6 നോർമൻഡയിൽ സഖ്യസേന ആക്രമണം നടത്തി. അവസാനത്തിന്റെ ആരംഭം കുറിക്കൽ എന്നായിരുന്നു ഇത് അറിയപ്പെട്ടത്. യൂറോപ്പിന്റെ 8 തലസ്ഥാനങ്ങളെ റോം, പാരീസ്, ബ്രസൽസ്, ബുക്കാറസ്റ്റ്, സോഫിയ, ഏതൻസ്, ബെൽഗ്രേഡ്, ഹെൽസിങ്കി ഹിറ്റ്ലറുടെ നിയന്ത്രണത്തിൽ നിന്നും സഖ്യസേന മോചിപ്പിച്ചു. 1945 ജനുവരി സോവിയറ്റ് സേനയ്ക്ക് മുന്നിൽ ഹിറ്റ്ലർ പരാജയപ്പെടുമെന്ന് ഉറപ്പായി. സോവിയറ്റ് സേന 1945 ജനുവരി സോവിയറ്റ് സേന ബെർലിന് അടുത്തെത്തി. പരാജയം മണത്തറിഞ്ഞ ഹിറ്റ്ലർ ചില തീരുമാനങ്ങൾ എടുത്തു. 1945 ഏപ്രിൽ 28 തന്റെ ദീർഘകാല സുഹൃത്തായിരുന്ന കാമുകിയായിരുന്ന ഈവ ബ്രൗണിനെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ വിവാഹം നടന്നു. ജോസഫ് ഗീബൽസിനെ ജർമ്മനിയുടെ ചാൻസലറായിട്ട് അദ്ദേഹം നിയമിച്ചു. അഡ്മിറൽ ഡോണിസ്റ്റിനെ രാഷ്ട്രത്തലവനായും പ്രഖ്യാപിച്ചു. 1945 ഏപ്രിൽ 30 ഒരു സ്വേച്ഛാധിപതിയുടെ ജീവിതത്തിൽ നിന്നുള്ള വിടവാങ്ങലായിരുന്നു. അന്ന് ഗീബൽസിനോടും അനുയായികളോടും വിട പറഞ്ഞ് ഹിറ്റ്ലർ സ്വയം നിറയൊഴിച്ച് മരിച്ചു. ഈവ ബ്രൗൺ വിഷം കഴിച്ച് ആത്മഹത്യ.